ഇന്നലകളിൽ ഭാഗം 41. ഇനി മമ്മയെയും പപ്പയെയും ഓർത്ത് എൻ്റെ മോളുടെ കണ്ണ് നിറയരുത്. ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് ശ്വേതയും അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവർ മാനസിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും വിശേഷങ്ങൾ അറിയാൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അവളുടെ പെരുമാറ്റം ശാന്തമായിരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായി. ബെഡിലിരിക്കുമ്പോൾ മാനസിയുടെ ചിന്തകൾ മുഴുവൻ ശ്യാമിനെക്കുറിച്ചായിരുന്നു. ഒന്ന് കാണാൻ പോലും അവൻ ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ എന്നൊരു പരിഭവം അവൾക്ക് മനസ്സിൽ തോന്നി. അവനെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും അവനെ കാണാതെ വയ്യെന്ന നിലയിലായിരുന്നു അവൾ. മാനസി, പോകാം. അകത്തേക്ക് കയറി വന്ന് കിച്ചു ചോദിക്കുമ്പോഴാണ് മാനസി ചിന്തകൾക്ക് വിരാമമിട്ടത്. എന്തേ എന്നൊരു ചോദ്യം അവളുടെ മുഖത്ത് നിന്ന് വായിച്ച കിച്ചു അവളെ ഒന്നുകൂടെ നോക്കി. വീട്ടിൽ പോണ്ടേ? ഇവിടെ തന്നെ കിടക്കാനാണോ? കിച്ചു ചോദിച്ചപ്പോൾ പോണമെന്ന് മാനസി തലയാട്ടി. എന്നാ വാ പോവാം. കിച്ചു പറഞ്ഞുകൊണ്ട് അവളെ കട്ടിലിൽ നിന്ന് പിടിച്ചിറക്കി. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ അവന്റെ കൈകളിൽ പിടിച്ച് മാനസി ഒന്ന് പിന്നോട്ട് വലിച്ചു. അവന് അത്യാവശ്യമായി ഓഫീസിൽ പോകേണ്ടി വന്നടി, അതുകൊണ്ടാ. ഒഴിവാക്കാൻ കുറേ നോക്കിയവൻ. പക്ഷേ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അച്ഛനും ഒപ്പം പോയിട്ടുണ്ട്. മാനസിയുടെ കണ്ണുകളിൽ ശ്യാമിനെ അന്വേഷിച്ചുള്ള ഒരു ചോദ്യം കണ്ടപ്പോൾ കിച്ചു പറഞ്ഞു. ഒന്ന് തലയാട്ടി മാനസി കിച്ചുവിനൊപ്പം നടന്നു. മോൾ ഇത്തിരി നേരം പോയി കിടന്നോ? യാത്ര ചെയ്ത് വന്നതല്ലേ? ഒപ്പം മരുന്നില്ലേ ഉച്ചയ്ക്ക്? വെറുതെ ഇനിയിപ്പോൾ അസുഖമൊന്നും വരുത്തി വെക്കണ്ട. സരസ്വതി അവൾക്കൊരു ചായ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡിസ്ചാർജ് ആയെന്ന് കരുതി ഒരുപാട് ടെൻഷനുള്ളതൊന്നും ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട. ഒരുപാട് നാളായിട്ട് യാത്ര ഒന്നും ചെയ്യാത്തതുകൊണ്ട് തലവേദന ഉണ്ടാവും. ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നോ, കിച്ചു പറഞ്ഞു. മാനസി ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അവനെ കാണാതെ വിഷമിക്കൊന്നും വേണ്ട മോളെ. ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. അല്ലേല് നിന്നെ കാണാൻ കൂട്ടാക്ക് പോലും ചെയ്യാതെ അവൻ പോവോ? സരസ്വതി പറഞ്ഞത് കേട്ട് മാനസി ഒന്ന് ചിരിച്ചു. ചെല്ലേട്ടത്തി, റെസ്റ്റ് എടുക്ക്, എന്നിട്ട് ബാ, എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളതാ. ശിവ മാനസിയെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ മാനസി അവളുടെ തലയിൽ കൊട്ടി. മുറിയിലേക്ക് കയറിയ മാനസി ചുറ്റുമൊന്ന് നോക്കി. എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷെ ഒരു സൈഡിൽ അവർ ഒന്നിച്ചുള്ള വിവാഹ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. മാനസി ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്ന് അതിൽ ശ്യാമിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. എന്നാലും എത്ര നാളായി ഒന്ന് കണ്ടിട്ട്, ഒരു നോക്ക് കാണാൻ നിൽക്കാതെ പോയില്ലേ? മനസ്സുകൊണ്ട് അവൾ അവന്റെ ചിത്രത്തിൽ നോക്കി പരിഭവം പറഞ്ഞു. കുറച്ചേറെ നേരം അവൾ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം പോലും ഇമ ചിമ്മാതെ അവനെ തന്നെ ഉറ്റുനോക്കി. തലവേദന അല്പം കൂടി തുടങ്ങിയപ്പോൾ മാനസി ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ കയറി. കുളിച്ചിറങ്ങുമ്പോൾ കലശലായ തലവേദന തോന്നിയതുകൊണ്ട് താഴേക്ക് പോകാതെ മാനസി നേരെ കട്ടിലേക്ക് കിടന്നു. പെട്ടെന്ന് തന്നെ ഉറക്കം പിടിച്ചു. ഉച്ചയ്ക്ക് സരസ്വതി വിളിക്കുമ്പോഴാണ് മാനസി പിന്നീട് ഉണർന്നത്. അവൾക്ക് ആഹാരം കൊടുത്ത് മരുന്നും സരസ്വതി തന്നെ എടുത്തു കൊടുത്തു. കുറേ നേരം ശിവയുടെ കൂടെ സംസാരിച്ചിരുന്നെങ്കിലും ശ്യാമിനെ മാനസി വല്ലാതെ മിസ് ചെയ്തു. അവനോടൊന്ന് സംസാരിക്കാനും ആ നെഞ്ചോട് ചേർന്നിരിക്കാനും വല്ലാതെ കൊതിച്ചു അവൾ. രാത്രി ശ്യാം വരുമ്പോൾ ഏറെ വൈകിയിരുന്നു. ചന്ദ്രനെ അവൻ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. എന്താടാ ഇത്, നേരെ എത്ര ആയി? മോൾ എത്ര നേരം നോക്കിയിരുന്നെന്നോ? ഒന്നുമില്ലേലും അതിനെ ഒന്ന് കണ്ടേച്ച് പൊക്കൂടായിരുന്നോ നിനക്ക്? അകത്തേക്ക് കയറി വരുന്ന ശ്യാമിനെ നോക്കി സരസ്വതി ശകാരിച്ചു. നേരത്തെ ഇറങ്ങാൻ ഞാൻ ശ്രമിച്ചതാമേ, പറ്റിയില്ല, ശ്യാം പറഞ്ഞു. നീ വല്ലതും കഴിച്ചിരുന്നോ? ഒന്നും വേണ്ടമ്മേ, വിശപ്പില്ല, ഞാനൊന്ന് കിടക്കട്ടെ, തലയൊക്കെ വേദനിക്കുന്നു. എന്നാ ചെല്ല്, പോയി കുളിച്ചിട്ട് കിടക്കാൻ നോക്ക്. ശ്യാം മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡ്ലാമ്പിന്റെ നേരിയ വെളിച്ചത്തിൽ കണ്ടു ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന മാനസിയെ. അവൾക്കരികിലേക്ക് ചെന്ന് അല്പനേരം അവളുടെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി വെച്ച് നെറ്റിയിലേക്ക് ചേരാൻ പോയ അധരങ്ങളെ എന്തുകൊണ്ടോ അവൻ വിലക്കി. അവളുടെ മുഖം ഉള്ളം കയ്യിൽ അമർത്തി ഇത്തിരി നേരെ ഇരുന്നു. കഴിയുന്നില്ലല്ലോ പെണ്ണെ എനിക്ക്, അവന്റെ മനസ്സ് നിശബ്ദമായി അവളോട് മന്ത്രിച്ചു. പിറ്റേന്ന് കാലത്ത് മാനസി ഉണരും മുന്നേ ശ്യാം ഓഫീസിലേക്ക് പോയിരുന്നു. സരസ്വതി കഴിവതും അവനോട് പോകാതിരിക്കാൻ പറഞ്ഞെങ്കിലും ശ്യാം ഓഫീസിലേക്ക് പോയിരുന്നു. മരുന്നുള്ളത് കൊണ്ട് തന്നെ മാനസി നേരത്തെ ഉറങ്ങിപ്പോവുകയും എണീക്കാൻ വൈകുകയും ചെയ്യും.
പിന്നീടുള്ള ദിവസങ്ങളിലും അവന്റെ ഒഴിഞ്ഞുമാറ്റം തുടർന്നപ്പോൾ അത് അവളിൽ വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിൽ ഏകയായി നിൽക്കുകയായിരുന്നു അവൾ. ഇടതടവില്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അകലേക്ക് മറയുന്ന അവനെ നോക്കി ഹൃദയം പൊട്ടി അവൾ കരഞ്ഞു. തനിച്ചാക്കി പോകല്ലേ എന്ന് അവളുടെ ഹൃദയം അവന്റെ ഹൃദയത്തോട് അപേക്ഷിച്ചു. അവൻ നടന്നകലുന്ന ഓരോ ചുവടിലും അവളുടെ ആത്മാവും കൂടെ അവനൊപ്പം നടന്നകന്നു. ഹൃദയം ഒരു പളുങ്ക് പാത്രം പോലെ നിലത്ത് വീണ് ചിതറുന്നത് അവൾ അറിഞ്ഞു. തളർന്ന് നിലം പതിക്കുമ്പോൾ ഇനി ഒന്നും കേൾക്കാൻ വയ്യെന്ന പോലെ കാതുകൾ കൊട്ടിയടച്ച പോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ വറ്റി വരണ്ട പോലെ. ഹൃദയതാളം നിലനിന്നുകൊണ്ട് ദേഹം വിട്ടുപോയതുപോലെ. മാനസി ഒരു ഞെട്ടലോടെ കിടക്കയിൽ നിന്നും പിടഞ്ഞെണീറ്റു. ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് ഇതുവരെ താൻ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ. അവൾ എണീറ്റതറിഞ്ഞ് ഉറക്കത്തിലായിരുന്ന ശ്യാം എണീറ്റ് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. എന്താ? ഗൗരവമേറിയ ഒരു സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു വന്നു അവൾക്ക്. ഒന്നുമില്ലെന്ന് അവൾ മൂളി. അവളുടെ കണ്ണുകളിലെ നീർത്തിളക്കം അവനും കണ്ടിരുന്നു. ഒരു നിശ്വാസത്തോടെ അവളെ നോക്കി വീണ്ടും കട്ടിലേക്ക് വീഴുന്ന അവനെ കണ്ട് അവളുടെ ഹൃദയം വിങ്ങി. എന്നിൽ നിന്നും അത്രയും അകന്നു പോയോ ശ്യാം? ഉള്ളു നിറഞ്ഞൊരു നൊമ്പരത്തോടെ അവൾ സ്വയം മനസ്സിൽ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി. കണ്ണിനു കുറുകെ കൈവച്ച് കിടക്കുന്ന അവനെ കണ്ട് താൻ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്നോർത്ത് അവൾ വേഗം കട്ടിലിൽ നിന്നും ഇറങ്ങി. ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്തിലും ഏതിലും ഒരു ശാന്തത കൈവരിക്കാൻ അവൾ ഈ കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് പഠിച്ചിരുന്നു. ഉള്ളിലൊരു കടലിരമ്പം കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ പോലും അതിന്റെ അലയൊലികൾ പുറമെ അറിയാത്ത വിധം ശാന്തമാകാൻ അവൾ പ്രാപ്തയായിരുന്നു. ഇങ്ങനെ അകറ്റാനായിരുന്നേ ഇത്രയേറെ സ്നേഹം കൊണ്ടെന്നെ വീർപ്പ് മുട്ടിച്ചത് എന്തിനായിരുന്നു? ഒരിക്കലും തിരികെ മടങ്ങാൻ കഴിയാത്ത സങ്കടങ്ങളുടെ ചുഴിയിലേക്ക് വലിച്ചെറിയാനോ? അവളുടെ മനസ്സ് സ്വയം ഓരോ ചോദ്യങ്ങൾ മെനഞ്ഞെടുക്കുമ്പോഴായിരുന്നു പിന്നിൽ നിന്നും 2 കൈകൾ അവളെ മുറുകെ പുണർന്നത്. പെട്ടെന്നുള്ള ഞെട്ടലിൽ അറിയാതെ പോലും അവൾ ഒന്ന് കുതറിയില്ല. എന്നെ വേണ്ടെന്ന് തോന്നി തുടങ്ങിയോ ശ്യാം? തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്നൊരു നൊമ്പരത്തോടെ അവൾ ചോദിക്കുമ്പോൾ അവനും ഒരു നിമിഷം പതറി. അങ്ങനെ വേണ്ടെന്ന് വെക്കാനായിരുന്നേ മാസങ്ങൾക്ക് മുന്നേ എനിക്കതാവായിരുന്നു. അവന്റെ മറുപടിയും അവളെ തേടിയെത്തി. പിന്നെന്തേ? എന്തിനാ എന്നിൽ നിന്നും മാറി നടന്നത്? ഞാനൊരു ശല്യായി തോന്നിയോ? അതോ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ഒരുത്തിയെ വേണ്ടെന്ന് തോന്നിയോ? അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം ഹൃദയം നിലച്ചെന്ന് തോന്നിപ്പോയി അവന്. എന്റെ മനസ്സ് എനിക്ക് ചുറ്റും ഭ്രമണം ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി മാത്രം പ്രണയം നിറച്ച് അവളുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചു കാണും. അവൾ ചിന്തിച്ചു കൂട്ടിയതിനെല്ലാം ഉത്തരവാദി ഞാൻ മാത്രമല്ലേ? ഒരിക്കൽ തെറ്റിപ്പോയൊരു മനസ്സിന്റെ താളം വീണ്ടും തിരികെ പിടിച്ചു വരുന്നതേ ഉണ്ടായിരുന്നവൾ. ആ നിമിഷം എന്റെ മൗനം വീണ്ടും അവളുടെ മനസ്സിന്റെ താളം തെറ്റിക്കുകയായിരുന്നിരിക്കില്ലേ? പറ ശ്യാം, വേണ്ടെന്ന് തോന്നി തുടങ്ങിയോ എന്നെ? അവന്റെ കരവലയത്തിൽ നിന്നും മുക്തയായിക്കൊണ്ട് അവൾ ചോദിച്ചു. തന്നിൽ നിന്നും അകന്നു മാറിയ അവളെ വീണ്ടും അവൻ തന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഉയർന്നു കേൾക്കുന്ന അവന്റെ ഹൃദയതാളം അവളോട് വിളിച്ചോതുന്നുണ്ടായിരുന്നു. എത്രമാത്രം അവളുടെ ചോദ്യം അവന്റെ മനസ്സിനെ ഉലച്ചെന്നു. ഇതിലും എളുപ്പത്തിൽ ഒരു കത്തിയെടുത്ത് നിനക്ക് എന്റെ നെഞ്ചിൽ തറയ്ക്കായിരുന്നില്ലേ? അവളോട് ചോദിക്കുമ്പോൾ അറിയാതെ തന്നെ അവന്റെ സ്വരത്തിൽ ഒരു ഇടർച്ച വന്നിരുന്നു. മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്ന അവനെ. ഒരു നിമിഷം അവന്റെ ഭാവം അവളെയും വേദനിപ്പിച്ചു. നീ എന്റെ പ്രാണനല്ലേടി. നിന്നെ വേണ്ടെന്ന് വെക്കുന്ന നിമിഷം ഞാൻ മരിച്ചെന്ന് കരുതിയാ മതി. മാനസി പെട്ടെന്ന് അവന്റെ വാ കൈകൊണ്ട് മൂടി വേണ്ടെന്ന് തല ചലിപ്പിച്ചു. അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തുമ്പോൾ അവന്റെ മിഴികളിൽ നിന്നും അടർന്നു വീണ നീർത്തുള്ളി അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരത്തിൽ വീണ് ചിതറി. ദേഷ്യമുണ്ടോ നിനക്കെന്നോട്? ഉള്ള നിറയെ ദേഷ്യമുണ്ട്. എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ, ഒന്ന് ചേർത്ത് പിടിച്ചില്ലല്ലോ, മാനസി എന്നൊന്ന് വിളിച്ചില്ലല്ലോ. രാത്രി കിടക്കുമ്പോ പോലും എന്നെ ചേർത്ത് പിടിക്കാതെ മാറിയല്ലേ കിടന്നത്. എന്തിന്? എന്റെ കൺവെട്ടത്ത് പോലും വന്നില്ലല്ലോ. അങ്ങനൊക്കെ ആലോചിച്ചപ്പോ ഒരുപാട് ദേഷ്യം വന്നു. മിണ്ടരുത് പറയരുത് എന്നൊക്കെ ഞാനും വിചാരിച്ചതാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടേ? അവനെ നോക്കി അവൾ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു.
അവളെ ചുറ്റിയിരുന്ന അവന്റെ കൈകളുടെ മുറുക്കം വല്ലാതെ കൂടി. തണുപ്പ് കൊള്ളണ്ട, വാ അകത്തേക്ക് പോവാം പറഞ്ഞുകൊണ്ട് അവൾക്ക് മറുപടി നൽകാൻ അവസരം കൊടുക്കാതെ അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ശ്യാം ചോദിച്ചപ്പോ മാനസി ഇല്ലെന്ന് തലയാട്ടി. വാ. അവൾക്ക് നേരെ കൈ രണ്ടും അവൻ വിടർത്തിയപ്പോൾ അവൾ ആ കരവലയത്തിൽ ഒതുങ്ങിക്കൂടി. എന്താ ശ്യാം, എന്നോട് പറയാത്ത എന്തോ ഒന്ന് ഈ മനസ്സിനെ വല്ലാതെ നീറ്റുന്നുണ്ട്. പറ എന്നോടെല്ലാം. ശ്യാം സ്വയം ഇങ്ങനെ നീറുന്നത് കാണാൻ എനിക്ക് വയ്യ. അവന്റെ കവിളിൽ തലോടി അവൾ പറയുമ്പോൾ അവൻ ഒന്നുകൂടെ അവളെ മുറുകെ പിടിച്ചു. ഒരു തുടക്കത്തിനായി അവൻ വെപ്രാളപ്പെടുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു. അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി. നിന്റെ പിറന്നാളിന് കുറച്ചു ദിവസം മുന്നേ അങ്കിൾ വിളിച്ചപ്പോ നീ തളർന്നു വീണത് ഓർക്കുന്നുണ്ടോ? ശ്യാം ചോദിച്ചപ്പോൾ മാനസി തലയാട്ടി. അന്നത്തെ നിന്റെ പെരുമാറ്റം കണ്ട് ഞാൻ വല്ലാതെ ഭയന്നിരുന്നു. ടെൻഷൻ കയറി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് ഞാൻ രേവതിയെ വിളിച്ച് സംസാരിച്ചത്. രേവതിയുടെ പേര് കേട്ടതും മാനസി ഞെട്ടി ശ്യാമിനെ നോക്കി. നീ പറയും മുന്നേ രേവതിയെ നീ കണ്ടിരുന്ന കാര്യം കിച്ചു എന്നോട് പറഞ്ഞിരുന്നു. നീ തന്നെ പറയട്ടെ എന്ന് ഓർത്തായിരിക്കും അതിന് പിന്നിലെ സാഹചര്യങ്ങളൊന്നും അവൻ അന്ന് പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഇതുപോലെ നീ തളർന്നു വീണപ്പോൾ രേവതി നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അന്നേ എന്നോട് പറഞ്ഞിരുന്നു, പലപ്പോഴും ഞാനുള്ളത് കൊണ്ടാണ് നിന്റെ സമനില തെറ്റിപ്പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞതെന്നും അത് എപ്പോഴും സാധിക്കണമെന്നില്ല എന്നും എന്നോട് പറഞ്ഞിരുന്നു. ശ്യാം ഒന്ന് നിർത്തി മാനസിയെ നോക്കി. അവൾ അവനെയും. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ?